ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കിടപ്പ് രോഗികളായ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗും ക്ഷേമനിധി ഉദ്യോഗസ്ഥർ വീടുകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി വരികയാണ്. ഇനി അടുത്ത മാസം മുതൽ, അതായത് ഒക്ടോബർ അവസാനം മുതൽ പെൻഷൻ ലഭിക്കുന്നത് ഇവർക്ക് മാത്രമായിരിക്കും. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപായി തന്നെ ശേഷിക്കുന്ന കുടിശ്ശിക നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഉറപ്പു നൽകിയതാണ്. നിലവിൽ ക്ഷേമ പെൻഷൻ തുക 1600 രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷം തന്നെ പെൻഷൻ തുകയിൽ വർധനവുണ്ടാകുന്ന സാഹചര്യമുണ്ടാകും. അതായത് 100 രൂപയുടെ വർധനവാണ് സർക്കാർ ഉറപ്പു നൽകുന്നത്. 1600 രൂപയിൽ നിന്നും 1700 രൂപയിലേക്കാണ് പെൻഷൻ തുകയുടെ വർധനവുണ്ടാവുക. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും സർക്കാർ നടത്തി വരികയാണ്. മറ്റൊരറിയിപ്പ്, വിവിധ മേഖലകളിൽ പരിശോധനകൾ കർശനമായി തന്നെ നടക്കുകയാണ്. അതായത് അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരെ കണ്ടെത്തുവാനായി നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സർക്കാർ. ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം, സ്ഥലത്തിന്റെ പരിമിതി, അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ വീടിന്റെ മാതൃക, AC ഘടിപ്പിച്ചിട്ടുള്ള വീടുകളുള്ളവർ, ടാക്സി ഒഴികെ 4 ചക്ര വാഹനങ്ങളുള്ളവർ, ഇവരെല്ലാം തന്നെ ആനുകൂല്യം ലഭ്യമാകുന്നതിൽ നിന്നും പുറത്താക്കപ്പെടും. കാരണം 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് സർക്കാർ അതാതു മാസം പെൻഷൻ വിതരണം ചെയ്തു വരുന്നത്. ഇതിനായി 900 കോടി രൂപയ്ക്ക് മുകളിൽ പണം കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അനർഹരായവരെ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിൽ അർഹതയുള്ളവർക്ക് ഒരു മുടക്കവും കൂടാതെ എല്ലാ മാസവും സഹായം വിതരണം ചെയ്യുവാനായി സാധിക്കും. ഇതിനായുള്ള കർശന പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. അതിനാൽ തന്നെയും 60 വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായ പരിശോധനയ്ക്കൊടുവിൽ മാത്രമാണ് പെൻഷൻ അനുവദിക്കുന്നത്. ഒക്ടോബർ മുതൽ ആരംഭിക്കുന്ന പെൻഷൻ വിതരണം കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക. സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെയും ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭ്യമാകുന്നതിനായി മസ്റ്ററിംഗ് നടപടികൾ എല്ലാവരും തന്നെ പൂർത്തിയാക്കുവാനായി ശ്രമിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.